വളരെയധികം സന്തോഷമാണ്. അതുപോലെ തന്നെ റാങ്ക് കിട്ടിയതിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എയ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ. പ്രത്യേകിച്ച് ഞാനൊക്കെ മാത്സിൽ കുറച്ച് പുറകിലായിരുന്നു. മറ്റ് സബ്ജക്റ്റുകൾ വലിയൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. മധുസാറ ക്ലാസ് എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല ക്ലാസ്സുകളായിരുന്നു. പൊതുവെ എല്ലാ അധ്യാപകരും നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ ചെയ്യുന്ന ഓരോ ആഴ്ചയിൽ ഞാനൊരു സൺഡേ ബാച്ചിനായിരുന്നു ഇവിടെ ജോയിൻ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ അതിൽ ഓരോ ദിവസങ്ങളിലും പരീക്ഷ നടത്തുന്ന സമയത്ത് ഒരുപാട് മെച്ചപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്, ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു വലിയ വിജയം നേടാൻ ഏതൊക്കെ രീതിയിലാണ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഒരു ദിവസം എത്ര ടൈം വരെ പഠിക്കുമായിരുന്നു? എങ്ങനെയായിരുന്നു പഠന രീതികളൊക്കെ? അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു സമയം, ഒരു ദിവസം എത്ര സമയം പഠിക്കുള്ളൂ എന്നൊന്നുമില്ല. നമ്മളെ മൈൻഡിന് എപ്പോഴാണ് നമ്മൾ ആ ഒരു രീതിയിലേക്ക് ഓക്കെ ആവുന്നത് ആ സമയത്തൊക്കെ എടുത്ത് പഠിക്കുമായിരുന്നു. പിന്നീട് എയ്സിൻ്റെ ക്ലാസ്സും കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കൂടുതലായിട്ട് വീഡിയോ ക്ലാസ്സുകളും അതുപോലെ തന്നെ കൊറോണ സമയത്തൊക്കെ വീഡിയോ ക്ലാസ്സുകൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് പിന്നീട് അത് റിവിഷൻ ചെയ്തുകൊണ്ടാണ് ഇമ്പ്രൂവ് ചെയ്യാൻ കൂടുതൽ സാധിച്ചത്. കൊറോണ സമയത്തുള്ള ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഓൺലൈൻ ക്ലാസ്സുകൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അതൊക്കെ ഇതേപോലെ തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടായിരുന്നു കൂടുതൽ ചെയ്തിരുന്നത്. അത് നമ്മൾ സ്വന്തമായിട്ട് ഇരുന്നിട്ടായിരുന്നു ചെയ്തിരുന്നത്. മറ്റുള്ള ഹെൽപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഓൺലൈൻ വീഡിയോ ക്ലാസ്സുകൾ മാത്രം കേൾക്കുക എന്നുള്ളതായിരുന്നു. ഇതുപോലെ സർക്കാർ ഉദ്യോഗം സ്വപ്നം കാണുന്ന ഒരുപാട് പേരുണ്ട്. അവരോട് ഇക്കയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഇക്കയുടെ ഒരു വിജയ രഹസ്യം അല്ലെങ്കിൽ അവരോട് ഷെയർ ചെയ്യാനുള്ളത് എന്താണ്? എനിക്ക് പറയാനുള്ളത് നോ പെയിൻ നോ ഗെയിൻ എന്നുള്ളതാണ്. വളരെ നന്നായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും വിജയം ഉണ്ടാകും എന്നുള്ളതാണ്. സോ കഠിനാധ്വാനത്തിലൂടെ വിജയം നേടിയ റിയാസിക്കയുടെ കഥയാണ് നിങ്ങളിപ്പോൾ കേട്ടത്.